എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ വക ഒരു ഗുഡ് മോർണിംഗ്. ഇന്നൊരു സാറ്റർഡേ ആണ്. ഇന്നത്തെ ഞങ്ങളുടെ ഒരു സാറ്റർഡേ ഡേ ഇൻ അവർ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഒരു നോർമൽ ഡേ. ഇന്നൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഓണം ഷോപ്പിങ്ങിനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സസ് എടുക്കണം. ഓണം എത്തിയില്ലേ, ഇനിയിപ്പോൾ നല്ല തിരക്കായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വീക്കെൻഡ് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേയിലേക്ക് മാറ്റി വെച്ചിരിക്കുക കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാഴ്ച മിക്കവാറും ദിവസം കാണാൻ പറ്റില്ല കേട്ടോ, കാരണം ഞങ്ങളങ്ങനെ രാവിലെ കോഫി കുടിക്കുന്ന ആളല്ല. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ട് കോഫി എല്ലാം കുടിച്ചു. പിന്നെ ആദ്യം പറഞ്ഞല്ലോ ഇന്നൊരു സാറ്റർഡേ ആണെന്ന്. സാറ്റർഡേ സൺഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറാണ് പതിവ്. അതുപോലെ തന്നെയായിരുന്നു ഇന്നും. ഇന്ന് നമ്മൾ ബ്രെഡും ചിക്കൻ കറി ആയിരുന്നേ. ചിക്കൻ കറി ഇന്നലെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. പിന്നെ ബ്രെഡ്, അത് പിന്നെ ഈസിയാണല്ലോ, അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണി പെട്ടെന്ന് കഴിയും. പിന്നെ ഈ വീട്ടിലെ എല്ലാ ഡ്യൂട്ടിയും അത് ഈക്വലാണ്. അതായത് കിച്ചണിലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും പകുതി അതങ്ങനെ റൂളൊന്നുമല്ല, നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇന്നും രാവിലെ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഒരാൾ ചിക്കൻ കറി ചൂടാക്കുമ്പോഴേക്കും ഞാൻ ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ള അരി ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ചോറ് റൈസ് കുക്കറിലാണ് വയ്ക്കാറ്, അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ, പിന്നെ ഗ്യാസ് കൂടുതൽ ചിലവാകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോറിൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു. അവൻ അപ്പോഴും ചിക്കൻ കറി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുമാണ് ഉണ്ടാക്കാനുള്ള പ്ലാന്. പിന്നെ ഇന്നലത്തെ ഓൾറെഡി പച്ചക്കറി, അതായത് തോരൻ ഉണ്ടായിരുന്നു കേട്ടോ, ബീൻസ് തോരൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അപ്പോൾ പിന്നെ ഇതെല്ലാം റെഡി ആയിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ സൺഡേ തന്നെയാണ് നമ്മൾ മെയിൻ ക്ലീനിങ്ങും ചെയ്യാറ്. ഒരാൾ അടിച്ചു വാരാണെങ്കിൽ ഒരാൾ തുടയ്ക്കും, അങ്ങനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാട്ടോ എണീറ്റത്. ഒരു 8:30-9 മണി. നോർമലി നമ്മൾ വർക്കിംഗ് ഡേ തന്നെ 8 മണിക്ക് എണീക്കാറ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ നല്ല ലേറ്റായിട്ടുണ്ട്. പിന്നെ ബ്രെഡും ചിക്കൻ കറിയും കഴിച്ചിട്ട് നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. മിക്കവാറും നമ്മൾ ഒപ്പരം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കാറ്. കാരണം ലഞ്ച് കഴിക്കാൻ അവനുണ്ടാവാറില്ലല്ലോ, അവൻ ഉച്ചയ്ക്ക് ഓഫീസിൽ പോകാറില്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് രാത്രി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിലിം കണ്ടുകൊണ്ടാണ് കഴിക്കാറ്. ഇന്നെന്തോ പെട്ടെന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഫിലിമൊന്നും വെച്ചിട്ടില്ല. എന്തെങ്കിലും ഫിലിമോ അതല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് മിക്കവാറും കഴിക്കാറ്. ഇവിടെ ടി വി ഇല്ലാത്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ അങ്ങനെ ടി വി ഒന്നും കാണാറില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നേരം വർക്കിനിരുന്നു. അവനിടയ്ക്ക് ഇങ്ങനെ വർക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും രാത്രി വർക്ക് ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിലും സാറ്റർഡേ സൺഡേ ഇങ്ങനെ ചിലപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മിക്കവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ കപ്പിൾസ് ആവുന്നതാണ് നല്ലത്. കാരണം ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ മറ്റാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വർക്ക് ലോഡ് ഉള്ളതുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണേ. ഞാൻ ലഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലിഫ്റ്റിൽ താഴേക്ക് പോവാം കേട്ടോ. നമ്മൾ 9th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ ലിഫ്റ്റിൽ തന്നെയാണ് പോവാറ്, സ്റ്റെപ്പ് അങ്ങനെ ചൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയത് ഒരു 3-3:30 ടൈമിലായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് നടു റോട്ടിലെത്തിയപ്പോഴാണ് തോന്നിയത്. കാരണം നമ്മളെ ബിൽഡിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലൈ ഓവർ, അതുകൊണ്ട് വെയിൽ അപ്പം മനസ്സിലായില്ല. പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകാമെന്ന് പ്ലാൻ ഇട്ടത് കല്യാൺ സിൽക്സിലാണേ. കോഴിക്കോട് കല്യാൺ സിൽക്സിലും അത്യാവശ്യം റേറ്റ് എല്ലാം ഉണ്ട്. ആ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ പോയതും. പക്ഷേ ഇവിടെ പോയപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഓണത്തിന് അടുപ്പിച്ചുള്ള ഒരു വീക്കെൻഡ് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ സെയിൽസ് ഗേൾമാർ പോലും ഇല്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പിടിച്ചത് ജയലക്ഷ്മിയാണ്. കോഴിക്കോട് നിന്ന് മിക്കവാറും ഷോപ്പിങ്ങും ചെയ്യാറ് നമ്മൾ ജയലക്ഷ്മിയിൽ നിന്നാണ്. എൻ്റെ വെഡ്ഡിങ് പർച്ചേസും എൻ്റെ ഏട്ടൻ്റെ വെഡ്ഡിങ് പർച്ചേസും അതെല്ലാം എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓടി ചെല്ലുന്നത് ജയലക്ഷ്മിയിലാണ്. കൊച്ചി ജയലക്ഷ്മി വെച്ച് നോക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം ജയലക്ഷ്മി കുറച്ച് ചെറുതാണ്. പിന്നെ ഇതൊക്കെ ഓണം കളക്ഷൻസാണ്. കുറേ ക്യൂട്ട് ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഓണത്തിനല്ലാണ്ട് പിന്നെ പുറത്തിടാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾക്കൊരു ബേബി ഗേളിനൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. എൻ്റെ ഏട്ടന് ഒരു ബേബി ബോയ് ആണ്. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനുണ്ടാവില്ല. വല്ല മുണ്ടും ഷർട്ടും കുർത്ത ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഗേൾസിൻ്റെ ഓപ്ഷൻസ് കണ്ട് ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്തില്ല നമ്മളൊന്നും. അത് കഴിഞ്ഞ് നേരെ പോയത് പോത്തീസിലേക്കാണ്. നോർമലി പോത്തീസിൽ കയറണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അവിടെയും കൂടെ കയറിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോത്തീസിലും കയറി. അവിടെയും സെയിം തന്നെ, ഭയങ്കര തിരക്കായിരുന്നു. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഗേൾമാരും ആരുമില്ല നമുക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓണമല്ലേ, കുറച്ചൊന്ന് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചത്. അവിടുന്ന് പിന്നെ നേരെ പോയത് നമ്മൾ ഈവനിങ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിറങ്ങിയതല്ലേ, അപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ടീക്ക് പകരം നമുക്ക് സുഡ്സുഡാ ഇഡ്ഡലി പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ച്. അവിടെ കുറച്ച് സീറ്റിങ്ങേ ഉള്ളൂ, പക്ഷേ എത്രയോ ആൾക്കാർ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ കോഫി. എന്തോ ഒരു നോർമൽ കോഫീൻ്റെ ടേസ്റ്റേ അല്ല വരുന്നത്. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രിവാൻഡ്രംകാർ മിക്കവാറും കഴിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു കേസരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സാമ്പാർ വടയും 2 കോഫിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ മുന്നൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇഡ്ഡലി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ബട്ടർ ഇഡ്ഡലി, അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കോഫിയും കുടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വേറെ ഇവിടെ പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് ജ്വല്ലറി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ജ്വല്ലറിയിൽ ചിലതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മേ ബി മനസ്സിലാവുമായിരിക്കും. കാരണം ഗീവ് അവേക്കുള്ള കമ്മലെടുത്തത് ഞാൻ ഇവിടെ നിന്നാണ്. ഇതാ ഈ ഒരു പത്മനാഭൻ്റെ ലുക്ക് വരുന്ന ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം വന്നിട്ട് ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്കിഷ്ടമായി. ഇപ്പോൾ ഒരു വൈബൊക്കെ തോന്നി തുടങ്ങി. പിന്നെ നമ്മൾ ചുമ്മാ ബോംബെ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടാണ്. വെറുതെ കയറിയതാണ്, അവിടെ കിട്ടില്ല എന്ന് എനിക്കും അറിയാം. അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മൾ ന്യൂ ലോഞ്ച് ചെയ്തിട്ടുള്ള RK മാളിലേക്കാണ്. ഈ വെനസ്ഡേ എങ്ങാനുമാണ് ഇതിൻ്റെ ലോഞ്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെയും കൂടെ കയറാതെ പോകുന്നത് മോശമല്ലേ. കാരണം കല്യാൺ, ജയലക്ഷ്മി, പോത്തീസ്, ബോംബെ എല്ലായിടത്തും കയറി. പിന്നെ ഇവിടെ മാത്രം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറി. പക്ഷെ ഇവിടെ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ നിന്ന് എനിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറേ തപ്പി. കാരണം കുറേ ന്യൂ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഇവിടെ എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സും കാണാൻ പറ്റും, എല്ലാ സൈസിലും എല്ലാ റേഞ്ചിലും. പിന്നെ ഇവിടെ സെയിൽസ് ഗേൾമാർ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം കൂടുതൽ നമുക്ക് തന്നെ സെൽഫായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഞാൻ അവിടെ കണ്ടേ. അവിടെ നിന്ന് എനിക്കൊരു ചുരിദാർ കിട്ടി, അത് ട്രയൽ ചെയ്തു. പിന്നെ ദീവന് ഈ ഒരു ഷർട്ട് എടുത്തു കേട്ടോ. ഇതിൻ്റെ സൈസിൽ ഭയങ്കര കഷ്ടിയായിരുന്നേ. കാരണം നമുക്ക് വേണ്ടത് മീഡിയം ആയിരുന്നെങ്കിൽ അവിടെ ലാർജും എക്സലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഓപ്ഷൻ വിട്ടിട്ട് വേറെ കുറച്ച് ടീഷർട്ട് തപ്പിപ്പോയപ്പോൾ നമുക്ക് ഇതിൻ്റെ മീഡിയം കിട്ടി. പിന്നെ നമുക്കൊരു പാൻറ്റിൻ്റെ സെഷനിലും കൂടെ പോകണമായിരുന്നു കേട്ടോ, മെറ്റീരിയൽ എടുക്കാനായിരുന്നേ. അപ്പോൾ നമ്മളിതാ ഒരു ഡിനീമിൻ്റെ ഒരു ബ്ലൂ കളറുള്ള ഒരു പാൻറ്റിൻ്റെ തുണിയും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻറ്റീരിയർ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓണമായതുകൊണ്ട് ഫുൾ മാക്സിമം ഓണ കളക്ഷൻസ് അവർ കൊണ്ടുവന്നേ. അതുപോലെ തന്നെ ഫുൾ അറേഞ്ച് ചെയ്തതും ഓണത്തിൻ്റെ ലുക്കിലാണ്. രാത്രി ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹെവി ഫുഡ് കഴിക്കണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം മിക്കവാറും നമ്മൾ കഴിക്കുക ചിക്കനായിരിക്കും, അതും ബ്രോയിലർ. അതുകൊണ്ട് തന്നെ ഒരു തട്ടുകടയിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് ദോശയും ഒരു ഓംലേറ്റും കൂടെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടുത്തെ സാമ്പാറും ചട്നിയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല നീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോർമലി ഞാനങ്ങനെ തട്ടുകട ഫാനല്ല, തട്ടുകടയിൽ നിന്ന് ഓംലേറ്റ് കഴിക്കും എന്നല്ലാതെ. പക്ഷേ ഇതിൻ്റെ നീറ്റ് കണ്ടിട്ട് കയറാണ്ടിരിക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ വിട്ടു. അവിടുന്ന് വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഷേക്കോ ജ്യൂസോ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവിടെ ഏതെങ്കിലും കടയിൽ പോകാമെന്നായിരുന്നേ പ്ലാൻ ഉണ്ടായിരുന്നേ. അവിടെ നമുക്കൊരു DC കൂപ്പ് ഉണ്ട്. അവിടെ മെയിൻ ഷവർമയാണെങ്കിലും ഇന്ന് നമുക്ക് ഷവർമ കഴിക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു ചിക്കു ഷേക്കും ഒരു സോഡ ലൈമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കു ഷേക്ക് നമ്മൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഡേറ്റ്സ് ഇട്ടിട്ടാട്ടോ അടിക്കാൻ പറഞ്ഞത്. പക്ഷേ ഡേറ്റ്സ് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ചിക്കു കുടിക്കാൻ നിന്നില്ല, ഞാൻ ലൈം സോഡയാണ് കുടിച്ചത്. ലൈം സോഡ കുടിച്ചപ്പോഴാണ് ശരിക്കും ദാഹം മാറിയത്. അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോയും ഈ ചാനലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക് യു.